നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് BOT അഥവാ ബാച്ചിലറേറ്റ് ഓക്യുപേഷൻ തെറാപ്പിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമോ? അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് നമ്മൾ ഒരു കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ അഫിലിയേഷൻസ് ആണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു BOT അല്ലെങ്കിൽ ഓക്യുപേഷൻ തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, BOT അഥവാ ബാച്ചിലർ ഓഫ് ഓക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഒരു റീഹാബിലിറ്റേഷൻ സയൻസ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സാണ്. നിരവധിയായിട്ടുള്ള ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ അവൈലബിലിറ്റി വളരെയധികം കുറവാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ കുറച്ച് നാളുകളായുള്ളൂ ഓക്യുപേഷൻ തെറാപ്പി ഒരു കോഴ്സ് ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നത്. ഇപ്പോഴും പല സെന്റേഴ്സിലും ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ അഭാവം കൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിലും ഫിസിയോതെറാപ്പി കഴിഞ്ഞവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞവരോ MSW കഴിഞ്ഞവരോ ഒക്കെയാണ് അവർ ഉൾപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലെല്ലാം തന്നെ നിർബന്ധമായിട്ടും ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ആവശ്യകത വരുന്നുണ്ട്. അത് ഇന്ത്യയിലും എബ്രോഡും നല്ല രീതിയിൽ തന്നെ ആവശ്യകത വരുന്ന ഒരു ഫീൽഡാണ് ഓക്യുപേഷൻ തെറാപ്പി എന്നുള്ളത്. അപ്പോൾ നമ്മൾ BSc ഓക്യുപേഷൻ തെറാപ്പിയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BOT 4 വർഷത്തെ കോഴ്സാണ്. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പും ഉണ്ടാവുന്നതാണ്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് കോളേജുകൾ, ഏകദേശം 4-5 കോളേജുകൾ മാത്രമാണ് ഓക്യുപേഷൻ തെറാപ്പിക്ക് വേണ്ടി നിലവിലുള്ളത്. കേരളത്തിന്റെ പുറത്തേക്കാണെങ്കിൽ നിരവധിയായിട്ടുള്ള കോളേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷം മുതൽ നീറ്റ് എലിജിബിലിറ്റി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്യുപേഷൻ തെറാപ്പിക്കും ഫിസിയോതെറാപ്പിക്കും നീറ്റ് എലിജിബിലിറ്റി മാൻഡേറ്ററി ആണ്. മാർച്ച് മാസം ആദ്യമേ കൊണ്ട് തന്നെ നീറ്റിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കഴിയും. അപ്പോൾ ഈ ഒരു സമയത്ത് ഓക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നീറ്റ് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോലെ, പലരും പറയുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അപ്ലൈ ചെയ്യുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു കട്ട് ഓഫ് മാർക്കുകൾ പാസ്സായാൽ മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിലും ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എലിജിബിലിറ്റിയിൽ നീറ്റ് ഈ ഒരു വർഷം മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. സയൻസ്, ബയോളജി സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ ആസ്പദമാക്കിയാണ് ഇതിന്റെ എലിജിബിലിറ്റി നിർണ്ണയിക്കുക. 50% മാർക്കോടുകൂടി തന്നെ ഈ പറയുന്ന 3 സബ്ജക്റ്റുകളും പാസ്സായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കാണ് ഓക്യുപേഷൻ തെറാപ്പി പഠിക്കാനായിട്ട് സാധിക്കുക. ഇതിൽ മെയിൻ ആയിട്ട് അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി അങ്ങനെയുള്ള പല കോഴ്സുകളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ കോഴ്സുകൾ വെച്ച് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫിസിയോതെറാപ്പിയുടെയും ഒരു MSWന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വേർഷൻ ആയിട്ട് നമുക്ക് ഓക്യുപേഷൻ തെറാപ്പിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിന് പുറത്തേക്കാണെങ്കിലും നിരവധിയായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ അവൈലബിൾ ആണ്. തട്ടിക്കൂട്ട് കോളേജസും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇതിന്റെ അഫിലിയേഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഫിലിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് ആണ്. അപ്പോൾ ഒരു BSc ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ ഈ കോഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ പാരാമെഡിക്കൽ കൗൺസിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോ പ്രൊഫഷണൽ അസോസിയേഷനിൽ ഇതിന് മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെ വേണേലും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേസമയം നമുക്ക് കുറച്ചും കൂടെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ ഒരു എബ്രോഡ് ഓപ്ഷൻസിലേക്ക് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അഫിലിയേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ അഫിലിയേഷൻ എന്ന് പറയുന്നത് WFOT എന്നുള്ളതാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു അഫിലിയേഷൻ ആണ് ആവശ്യകതയായിട്ട് വരുന്നത്. അതിന്റെ ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള അയോട്ട, അതായത് ഓൾ ഇന്ത്യ ഓക്യുപേഷൻ തെറാപ്പി അസോസിയേഷൻ എന്നുള്ള അയോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു അഫിലിയേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഈ 2 റെക്കഗ്നീഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ ഈക്വൽ വാല്യൂ ആണ്. കാരണം WFOTയുടെ എല്ലാ ക്രൈറ്റീരിയാസും അഫിലിയേഷൻ ഗൈഡ് ലൈൻസും ആണ് അയോട്ടയും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയോട്ട അല്ലെങ്കിൽ WFOT ഉള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഫീസിന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിസിയോതെറാപ്പി കോഴ്സുകളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഏകദേശം 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലായിട്ടുള്ള ഫീസ് ചെലവുകളാണ് സാധാരണ രീതിയിൽ ഫുഡിനും അക്കോമഡേഷനും എല്ലാം ഉൾപ്പെടുത്തി ആകുന്നത്. അപ്പോൾ ഓരോ കോളേജ് ടു കോളേജ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ഓക്യുപേഷൻ തെറാപ്പിക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെൽ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങൾ സീറ്റുകൾ റിസർവ് ചെയ്യുക. കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റുകൾ അഡ്വാൻസ് ആയിട്ട് റിസർവ് ചെയ്യുക.
കേരളത്തിലായാലും കേരളത്തിന്റെ പുറത്തേക്കാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒക്യുപേഷൻ തെറാപ്പിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിൽ നേരത്തെ തന്നെ അഡ്മിഷൻസ് ക്ലോസ് ആകും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ചില ഏരിയാസിൽ ഫോർ എക്സാമ്പിൾ ഈ പറയുന്നത് പോലെ ഫിസിയോതെറാപ്പി ഒക്കെ ആണെങ്കിൽ ആൺകുട്ടികൾക്കാണ് കുറച്ചും കൂടെ മുൻഗണന അല്ലെങ്കിൽ മുൻതൂക്കം ലഭിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം അവിടെ കുറച്ചും കൂടെ ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒക്യുപേഷൻ തെറാപ്പിക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ജെൻഡേഴ്സിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് വർക്ക് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, നിരവധിയായിട്ടുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ആവശ്യകത വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക്കുകൾ, CDC നമ്മൾ പറയും, ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക്കുകളിൽ ആവശ്യകത വരുന്നുണ്ട്. കൂടാതെ സൈക്കാട്രിക് ഏരിയയിൽ ആവശ്യകത വരുന്നുണ്ട്. ജീറിയാട്രിക് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിലോ അല്ലെങ്കിൽ ജീറിയാട്രിക് സെന്റേഴ്സിലോ ഒക്കെ ആവശ്യകത വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഓൺകോളജി അങ്ങനെയുള്ള ഏരിയാസിലും നമുക്ക് റീഹാബിലിറ്റേഷൻ പാർട്ടായിട്ടും ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് കൂടാതെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളാണെങ്കിലും ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ആവശ്യകത വരുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഒക്യുപേഷൻ തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ഇതിന് ഒരു പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്ത് നല്ല ലെവലിലേക്ക് വരാനായിട്ടുള്ള ഒരു വൺ ഓഫ് ദ കോഴ്സാണ് ഒക്യുപേഷൻ തെറാപ്പി. അപ്പോൾ ഇത് താല്പര്യമുള്ള കുട്ടികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.